പക്ഷെ ജൂനിയർ പോലീസുകാരന് ഒരു സംശയം, ഇയാൾ നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അങ്ങനെ ജയോട് പോയി സംസാരിക്കുന്നുണ്ട്. അന്ന് പെയിന്ററുടെ ആ ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ട് നിങ്ങൾ ലാപ്ടോപ്പിൽ നിന്നും എന്തൊക്കെയോ വീഡിയോ കോപ്പി ചെയ്യുന്നതും അത് ഡിലീറ്റ് ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്ത് വീഡിയോ ആണെന്ന് ചോദിക്കുമ്പോ ജയും അത് ആ പെയിന്റർ മരിച്ച വീഡിയോ ആണ്, കൊലപാതകി പാർക്കാണ്. അത് കേൾക്കുമ്പോ ജൂനിയർ പോലീസുകാരനെ ഒന്ന് ഷോക്ക് ആകുന്നുണ്ട്. ജയും നമ്മുടെ പോലീസുകാർ അത് കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് നശിപ്പിക്കപ്പെട്ടേനെ, അതുകൊണ്ടാണ് മറ്റുള്ള പോലീസുകാർക്ക് ഞാനത് കൊടുക്കാത്തത്. അപ്പോഴാണ് ജൂനിയർ പോലീസുകാരന് മറ്റൊരു കാഴ്ച കാണുന്നത്. അവരിന്നും ഇവിടേക്ക് വന്നല്ലോ, ഇപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ജയും ആ കാഴ്ച കാണുന്നത്. അവന്റെ അമ്മയാണ് അവിടേക്ക് വരുന്നത്. ജയും എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോ ഒരു മണി ബാഗിന്റെ കേസ് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ, അവരുടെ വീട്ടില് ഒരു പെട്ടി നിറയെ പണം ആരോ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അയാളാണെങ്കിൽ അടുത്ത ദിവസം ഒരു ആക്സിഡന്റിൽ മരിക്കുകയും ചെയ്തു. അവർ ശരിക്കും പെട്ടുപോയിരിക്കുന്ന അവസ്ഥയിലാണ്. ശരിക്കും ഇവനാണ് ആ ഒരു പെട്ടി അവരുടെ വീട്ടിൽ കൊണ്ടുവച്ചത്. പോലീസുകാരനും അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കാണെങ്കിൽ ഒരു കാര്യവും അറിയില്ലായിരുന്നല്ലോ. ജയും സ്വയം പഴിക്കുന്നുണ്ട്. മരിച്ചതിന് ശേഷവും ഒരു കാര്യവും മര്യാദയ്ക്ക് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അവനും അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവനും അമ്മ എന്ന് വിളിക്കുന്നുണ്ട്. അമ്മയും തിരിഞ്ഞു നോക്കുമ്പോ മറ്റൊരാളാണല്ലോ മുന്നിൽ നിൽക്കുന്നത്. അവനും എന്നോട് ക്ഷമിക്കണം, നിങ്ങളെ എങ്ങനെ വിളിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചത്. അതിനവരും ഒരാളെന്നെ അങ്ങനെ വിളിച്ചപ്പോ അതെനിക്ക് സന്തോഷമായിട്ട് തോന്നി. അപ്പോഴാണ് അമ്മയുടെ ഷൂലേസ് അഴിഞ്ഞടക്കുന്നത് പോലീസാരനെ ശ്രദ്ധിക്കുന്നത്. അവനും അത് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഈ ഷൂലേസ് ഇല്ലാത്ത ഷൂസ് നിങ്ങൾക്ക് വാങ്ങിക്കാറുന്നല്ലോ എന്ന് ചോദിക്കുമ്പോ അവരും എന്റെ മകൻ എനിക്ക് ആദ്യമായിട്ട് വാങ്ങിത്തന്ന ഒരു ഷൂസ് ആണ്. അത് കേൾക്കുമ്പോ അവന് സങ്കടമാകുന്നുണ്ട്. അപ്പോഴാണ് ആ കാര്യം കാണിക്കുന്നത്. അമ്മയ്ക്കും അവൻ ഗിഫ്റ്റ് ആയിട്ട് ഷൂസ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരും ഞാനിത് ധരിക്കുമ്പോ എന്റെ മകൻ എന്റെ കൂടെ ഉള്ളത് പോലെയാണ് എനിക്ക് തോന്നാറ്. അവനും അത് കേട്ടിട്ട് വിഷമമാകുന്നു. അവനും എന്തായാലും നിങ്ങളുടെ മകൻ നിങ്ങൾ ആരോഗ്യവതിയായിട്ടിരിക്കണമെന്നാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്തിനാ ആ ഒരു പണം നിറച്ച ബാഗ് വീട്ടിൽ കിട്ടിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തത്? അത് നിങ്ങൾക്ക് എടുക്കാമായിരുന്നില്ലേ? അതിന് അമ്മയും അതെനിക്ക് ദൈവത്തിൽ നിന്നുള്ള ശിക്ഷയായിട്ടാണ് തോന്നിയത്. എന്റെ മകനെ എനിക്ക് നന്നായി വളർത്താനായി സാധിച്ചില്ല. എന്റെ മകന്റെ ജീവിതം പണവുമായിട്ട് താരതമ്യപ്പെടുത്താൻ എനിക്കാകില്ല. ഈ ലോകത്ത് എത്ര പണം തന്നാലും അവന്റെ ജീവനോളം മതിയാവില്ല. ഒരിക്കൽ അമ്മയും വീട്ടിൽ നിൽക്കുമ്പോ പുറത്താരോ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ട് തുറന്നു നോക്കുമ്പോ ആ ഒരു വാതിൽക്കല് ആരോ ഫുഡ് കൊണ്ട് വെച്ചിരിക്കുന്നുണ്ട്. നിങ്ങള് ആഹാരം സ്കിപ്പ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അതിലൊരു നോട്ടും ഉണ്ടായിരുന്നു. അത് ശരിക്കും ജയായിരുന്നു കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. അവൻ ദൂരെ നിന്ന് അമ്മ ഇത് എടുക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ ആ സമയം ഇവനെ കൊലപ്പെടുത്താനായി ഒരാള് വന്നിട്ടുണ്ടായിരുന്നു. അയാൾ ഇവൻ കണ്ടിട്ടുണ്ട്. ആ ഒരു ഗാങ്സ്റ്ററിന്റെ ശരീരത്തിലുണ്ടായിരുന്ന സമയം അയാളെ കൊല്ലാനായിട്ട് വന്നതും ഇതേ ആള് തന്നെയാണ്. അയാളും ജയെ കൊലപ്പെടുത്താനായി ശ്രമിക്കുന്നു. അത് ശരിക്കും പാർക്ക് ഓർഡർ ചെയ്തിട്ട് തന്നെയാണ്. പാർക്കും വീട്ടിൽ നിൽക്കുമ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇയാൾക്കൊരു കൊറിയർ വന്നിരിക്കുന്നത് അയാൾ ശ്രദ്ധിക്കുന്നത്. അയാളും എടുത്ത് നോക്കുമ്പോഴാണ് ജിസുവിനെയും മോഡലിനെയും ഇയാൾ കൊലപ്പെടുത്തിയ സമയം ഇയാളാണ് കാർ ഓടിച്ചിരുന്നത് എന്നുള്ളതിന്റെ തെളിവായിരുന്നത്. ആ സമയം അച്ഛനും അവിടേക്ക് വരുന്നു. അച്ഛനോടും ഇതെന്താണെന്ന് ചോദിക്കുമ്പോ എന്നെ കുറിച്ചുള്ള എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് അവനും ചോദിക്കുന്നുണ്ട്. ഞാൻ നിന്റെ അച്ഛനാണ്, നിന്നെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അവനും ഇതുകൊണ്ടാണോ എന്നെ കുട്ടിക്കാലത്ത് തന്നെ വിദേശത്ത് വിട്ട് പഠിപ്പിച്ചത്? എന്നെ നിങ്ങൾക്ക് പേടിയുണ്ടോ? കുട്ടിക്കാലത്ത് എനിക്ക് ബുക്കുകള് വായിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു വലിയ കുടുംബത്തില് ചേട്ടനും അനിയനും തമ്മിൽ സ്ഥാനത്തിന്റെ പേരിൽ അടി നടക്കുന്നത് സ്വാഭാവികമാണ്, അത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വിഷമിച്ച് അവനും അവിടെ നിന്ന് പോകുന്നുണ്ട്. അവന് സ്പീഡില് വണ്ടി ഓടിച്ച് ഒരു കാറിനെ തടഞ്ഞു നിർത്തുന്നു. അതിലുണ്ടായിരുന്ന ആളെ അവനും കൊലപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണ് അവനും ദേഷ്യം തീർക്കുന്നത്. എന്നിട്ട് ചർച്ചിൽ വന്നിട്ട് ഇപ്പോഴും ഞാൻ തന്നെയാണ് ഒരാളെ ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിച്ചത്, നിങ്ങൾ ഒന്നും തന്നെ ചെയ്തില്ല, നിങ്ങളൊരു ഇല്യൂഷൻ മാത്രമാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ വെല്ലുവിളിക്കുന്നു. ആ സമയം ഒരു പോലീസുകാരനും ഇയാളെ വിളിച്ച് പറയുന്നുണ്ട്, ആൻജിയോങ് എന്ന പോലീസുകാരന്റെ കയ്യിൽ നിങ്ങൾ പെയിന്ററിനെ കൊല്ലുന്ന ഒരു വീഡിയോ ഉണ്ട്. ഞാൻ അതിനെ നശിപ്പിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷെ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അപ്പോഴാണ് ആൻജിയോങ്ങിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്ത ആളെ പാർക്കും വിളിക്കുന്നത്. ഫോൺ എടുക്കുന്നതോ ജയ് ആയിരുന്നു. ശരിക്കും ജയെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അയാളെ കുത്താനായിട്ട് വന്ന സമയം അയാള് അത് തടഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വന്നയാളെ അയാള് അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പാർക്കും പറയുമ്പോ ജയും ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് നീ ചെയ്ത എല്ലാ കുറ്റങ്ങളും പറഞ്ഞ് കീഴടങ്ങിക്കോ. ഇന്നത്തെ ഈവനിങ് ന്യൂസിൽ നീ ചെയ്ത കുറ്റമെല്ലാം എല്ലാ ആൾക്കാരും തിരിച്ചറിയും. കമ്മീഷണറും ചീഫിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൻജിയോങ്ങിനെ അയാൾക്ക് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അങ്ങനെ ജയും അയാളെ കാണാനായിട്ട് പോകുന്ന സമയമാണ് വഴിയിൽ വെച്ച് ഒരു പോലീസുകാരനെ കാണുന്നത്. അയാളെ ജയ് ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. അന്ന് ആ ഒരു ഫൈറ്ററിന്റെ കൂടെ ജയിലിലുണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയെ വിളിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോലീസുകാരനായിരുന്നു. അയാളാണ് പിന്നീട് ആ ഒരു ഫൈറ്ററിനെയും കൊലപ്പെടുത്തിയത്. ജയും കമ്മീഷണറെ കാണാനെന്ന് പറഞ്ഞു പോകുമ്പോ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പാർക്കായിരുന്നു. പാർക്കും ജയോട് പണം ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ ജയ് ആണെങ്കിൽ അതൊന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നിനക്ക് പിന്നെ എന്താ വേണ്ടതെന്ന് പാർക്കും ചോദിക്കുമ്പോ അത് നീയാണെന്ന് അവനും പറയുന്നുണ്ട്. എന്റെ കയ്യില് ഈ ഒരു പേന മാത്രമേ ഉള്ളൂ. പാർക്കും നിനക്കിതിൽ നിന്നും എന്താ കിട്ടാനായിട്ട് പോകുന്നത്? അതിന് ജയും ദൈവമെന്ന് സ്വയം വിചാരിക്കുന്ന ഒരു ഭ്രാന്തന് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് എനിക്ക് വേണ്ടത്. പാർക്കും അവനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതിന് ജയും തനിക്ക് മരിക്കാൻ മടിയില്ലെന്നാണ് പറയുന്നത്. പാർക്കും അത് കേട്ടിട്ട് നീ എന്തോ 9 ജീവൻ ബാക്കിയുള്ളത് പോലെയാണല്ലോ നീ സംസാരിക്കുന്നത്. ജയും 30 മിനിറ്റിനുള്ളിൽ സ്റ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ശേഷം പാർക്കിന്റെ അടുത്ത് മറ്റു പോലീസുകാരനും വന്നിട്ട് മറ്റുള്ള പോലീസുകാര് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്, അവരെ കൊണ്ട് നമുക്ക് ആ പോലീസുകാരനെ ഒതുക്കാമെന്ന് പറയുന്നു. അതേസമയം തന്നെ ഈ പോലീസുകാരന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ പോലീസുകാർക്കും ഒരു മെസ്സേജ് വരുന്നുണ്ട്. പക്ഷെ ഇക്കാര്യങ്ങളൊന്നും ജയ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജൂനിയർ പോലീസ്
പോലീസുകാരനും ജയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ സമയം ന്യൂസിൽ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ആ പെയിന്ററിനെ കൊന്നതിന് പാർക്കും പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാനായിട്ട് എത്തിയിട്ടുണ്ട്. മറ്റു മീഡിയക്കാരും അയാളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പാർക്കും എല്ലാവരോടുമായി താൻ പെയിന്ററിനെ കൊന്നു എന്ന് സമ്മതിക്കുന്നു. ആ പെയിന്റർ ഒരു സീരിയൽ കില്ലറാണ്. അയാൾ 15 പേരെ കൊന്നിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എന്നെ അയാൾ തട്ടിക്കൊണ്ടുപോയി. എവിടേക്കാണെന്നോ എന്തിനാണ് എന്നെ കൊണ്ടുപോകുന്നതെന്നോ എനിക്ക് അറിയില്ലായിരുന്നു. അവിടേക്ക് എത്തിയപ്പോഴാണ് അത് ഒരു പെയിന്റർ ആണെന്നും അയാള് ഒരു സീരിയൽ കില്ലർ ആണെന്നും ഞാൻ തിരിച്ചറിഞ്ഞത്. ആ സമയം എനിക്ക് 2 ഓപ്ഷൻസ് മാത്രമേ ബാക്കിയുള്ളായിരുന്നുള്ളൂ. ഒന്നുകിൽ അയാളെ കൊല്ലണം, അല്ലെങ്കിൽ അയാളെ എന്നെ കൊല്ലുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, എന്റെ ഒരു ചുമതലയാണ് അയാൾ ഇനിയും മറ്റാരെയും കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അയാളെ കൊലപ്പെടുത്തി. എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പക്ഷെ ന്യൂസ് കണ്ടപ്പോൾ ഞാനും അങ്ങ് ഷോക്കായി. അയാളുടെ ഡെഡ് ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് ന്യൂസിലും പറയുന്നത്. അതെവിടെയാണെന്ന് എനിക്കറിയില്ല. ഈ ഒരു രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തത് എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ മാറ്റി പറയുന്നുണ്ട്. ജെയും ആ മീഡിയക്കാരന് ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതില് പാർക്ക് പെയിന്റർ കൊല്ലുന്ന ദൃശ്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആ പെയിന്റർ പാർക്കിനെ ബലമായി ഇവിടെ പിടിച്ചുകൊണ്ടുവരുന്ന ഒരു ഫുട്ടേജസ് മാത്രമാണ് മീഡിയക്കാർ കാണിക്കുന്നത്. എല്ലാവരും പാർക്കിനെ അനുകൂലിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അവിടുത്തെ ഒരു നിയമം അനുസരിച്ച് ഡെഡ് ബോഡി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തെളിവില്ലാത്ത പക്ഷം അയാളെ കൊന്നെന്ന് പറഞ്ഞാലും അയാളെ ശിക്ഷിക്കാനാകില്ല. മീഡിയക്കാരും എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നുണ്ട്. പാർക്കിനെതിരെ എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സ് വന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ ഒഴിവാക്കിയിട്ട് കൂടുതൽ പോസിറ്റീവ് കമന്റ്സ് ചേർക്കുകയും മറ്റുള്ള എല്ലാവരും പാർക്കിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇവിടെ സുപ്പീരിയറും വന്ന് ജയെ വഴക്ക് പറയുന്നുണ്ട്. നീ ഇതിനു വേണ്ടിയിട്ടാണ് കെട്ടിച്ചമച്ച തെളിവുകൾ കൊണ്ടുകൊടുത്ത് അത് മീഡിയക്ക് ലീക്ക് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നു. അതിന് ജെയും ഞാൻ ഒരു തെളിവും ഉണ്ടാക്കിയെടുത്തിട്ടില്ല. പോലീസുകാരും മീഡിയക്കാരുമാണ് ആ എവിഡൻസ് വെറുതെ കെട്ടിച്ചമച്ചതാണെന്ന് പറയുന്നത്. ആ പാർക്കം വിചാരിക്കുന്നതും അത് തന്നെയാണ്. ഈ ലോകം തന്നെ അവനെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നൊരു വിചാരത്തിലാണ് അവനും ഇരിക്കുന്നത്. ന്യൂസിലും അയാളുടെ ബോഡി കിട്ടാത്തത് കൊണ്ട് തന്നെ പാർക്കിനെയും എവിഡൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വിട്ടയക്കുന്നു. ശേഷം പാർക്കും ജയ് വന്ന് കാണുന്നുണ്ട്. നല്ലൊരു കഥയായിരുന്നു അത് ഞാൻ വളച്ചൊടിച്ചത് കണ്ടില്ലേ, ഇനി നമ്മൾക്ക് വീണ്ടും ഒന്ന് കാണേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. മറ്റെല്ലാവരും പാർക്കിനെ ദൈവത്തെ പോലെയാണ് കണക്കാക്കുന്നത്. ഒരു സീരിയൽ കില്ലറിനെ അയാൾ കൊന്നുവല്ലോ. ശേഷം സെക്രട്ടറിയും ചോദിക്കുന്നുണ്ട്, ഇന്ന് നിങ്ങൾ സ്റ്റേറ്റ്സിലേക്ക് പോകാനായിട്ട് പോവുകയല്ലേ, അതെന്ത് ചെയ്യട്ടെന്ന് ചോദിക്കുമ്പോ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ആ ട്രിപ്പ് മുടക്കണ്ടെന്നാണ് പാർക്കും പറയുന്നത്. അതേസമയം ജയയും ആരോ തട്ടിക്കൊണ്ടു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പാർക്കും ഇപ്പോൾ ഒരു എയ്റോപ്ലെയിനിലാണുള്ളത്. അയാൾക്കും പോലീസിന്റെ ചീഫിന്റെ അടുത്ത് നിന്നും ഒരു കോള് വരുന്നു. ആൻജോങ്ങിന്റെ വീട് മുഴുവൻ ഞങ്ങൾ പരിശോധിച്ചു നോക്കി. ആ വീഡിയോ മറ്റൊരിടത്തുമില്ല. അയാളെ ഞങ്ങൾ പിടിച്ചും വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോ പാർക്കും അയാളെ ജീവനോടെ വെച്ചിരിക്കാനാണ് പറയുന്നത്. ശേഷം പാർക്കും തന്റെ പേനയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ടാബ്ലറ്റ്സും എടുത്ത് കഴിച്ചിട്ട് കിടക്കുന്നു. അപ്പോഴാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എയ്റോപ്ലെയിനിൽ എന്തോ കുലുക്കമുള്ളതുപോലെ അയാൾക്ക് ഫീൽ ചെയ്യുന്നത്. എന്താ സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അയാളും എഴുന്നേറ്റ് നോക്കുന്നുണ്ട്. അതില് ഒരു ശബ്ദവും അയാൾ കേൾക്കുന്നുണ്ട്. അത് നേരത്തെ ആരോ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നതാണ്. പാർക്ക്, എനിക്ക് നന്നായിട്ട് അറിയാം, ആ ഒരു പെയിന്ററിനെ മാത്രമല്ല നിങ്ങളുടെ സഹോദരനെയും സോങ് ജെ സോപ്പ്, അതായത് വെഞ്ചറസ് ചെയ്ത് താഴേക്ക് വീണ് മരിച്ച ആ മനുഷ്യൻ, ടെസാങ്, ആ ഒരു ഫൈറ്റർ, പിന്നെ മോഡല്, പിന്നെ ആ ഗാങ്സ്റ്റർ ജിസു, അതുപോലെ ആ മോഡല്, ഇവരെല്ലാവരെയും കൊലപ്പെടുത്തിയത് നീയാണ്. ഈ പാപത്തിനെല്ലാമുള്ള ശിക്ഷ നീ അനുഭവിക്കും. നീ ആരാണെന്ന് പാർക്കും ചോദിക്കുന്നുണ്ട്. പൈലറ്റിന്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോ ആ സീറ്റിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് അവനും അറിയില്ല. വീണ്ടും ആ ഒരു റെക്കോർഡിംഗ് കേൾക്കുന്നുണ്ട്. നീയാണ് നിന്റെ സഹോദരനെ കൊലപ്പെടുത്തിയതെന്നും അത് ആക്സിഡന്റ് ആക്കി മാറ്റിയതും നീയാണെന്ന് എനിക്കറിയാം. അതേ കാര്യം തന്നെ മീഡിയയിലും കാണിക്കുന്നുണ്ട്. നീ അഡ്വഞ്ചറസ് കാണിക്കുന്ന ആൾക്ക്, ആ ഒരു സ്കൈ ഡൈവിംഗ് ചെയ്യുന്ന ആൾക്ക് നീ 3 ബില്യൺ കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. 8000 മീറ്റർ ഉയരത്തിൽ നിന്നും ഒരു പാരച്യൂട്ട് പോലുമില്ലാതെ അവനെ താഴേക്ക് ചാടാനായി നീ പ്രേരിപ്പിച്ചു. അവൻ മരണപ്പെടുകയും ചെയ്തു. ഈ പ്ലെയിൻ 30 സെക്കൻഡിനുള്ളിൽ പൊട്ടിത്തെറിക്കും. നിന്റെ സഹോദരൻ മരിച്ചില്ലേ, അതുപോലെ. എന്നാ സ്കൈ ഡൈവർ മരിച്ചത് പാരച്യൂട്ട് ഇല്ലാതെയാണെങ്കിലും നിനക്ക് ഞാനൊരു ചാൻസ് തരാം. ഇവിടെ ഒരു പാരച്യൂട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നിനക്ക് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു പാരച്യൂട്ടും എടുത്ത് താഴേക്ക് ചാടണം. ശേഷം ടൈമറും എഴുതി കാണിക്കുന്നുണ്ട്. അവന് നോക്കുമ്പോ പുറത്തെ എഞ്ചിനില് തീ പിടിച്ചിട്ടുണ്ട്. അവന് വേഗം തന്നെ അവിടെ എവിടെയാണ് പാരച്യൂട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം തിരയുന്നുണ്ട്. സമയവും പോയിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം 1 സെക്കൻഡ് മാത്രം ബാക്കി നിൽക്കുമ്പോ അവനും ആ പാരച്യൂട്ട് കിട്ടുന്നുണ്ട്. അവനും അവിടെ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു. അവൻ ആ പ്ലെയിനിൽ നിന്ന് പിടിവിട്ടതും പ്ലെയിനും പൊട്ടിത്തെറിക്കുന്നുണ്ട്. അവനും താഴേക്ക് വീഴുന്നു. അവന് വേഗം തന്നെ കയ്യിലുള്ള ഒരു പാരച്യൂട്ടും ഓപ്പൺ ചെയ്യുന്നു. ശേഷം താഴെ ഒരു റോഡിലേക്ക് വന്ന് അവനും വീഴുന്നു. രക്ഷപ്പെട്ടു എന്നാണ് അവനും കരുതുന്നത്. അപ്പോഴേക്കും ഒരു കാറ് വന്ന് അവനെ ഇടിക്കുന്നുണ്ട്. ആ കാറിലുണ്ടായിരുന്നത് ജെ ആയിരുന്നു. ഇതെല്ലാം അവൻ പ്ലാൻ ചെയ്തതാണ്. പാർക്കും അവനെ കണ്ടിട്ട് ഷോക്ക് ആകുന്നു. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? അപ്പോഴാണ് ജെയും ഓർക്കുന്നത്, ഒരാഴ്ചയ്ക്ക് മുന്നേ പാർക്കും താൻ പെയിന്ററിനെ കൊന്നുവെന്നും ഒക്കെയുള്ള കാര്യങ്ങള് മീഡിയയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജെയും ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് അവനും പ്രവർത്തിക്കുന്നത്. നിന്നെ നിയമത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇതിനു മുന്നേ ഞാൻ ശരീരത്തിലുണ്ടായിരുന്ന ആൾക്കാരുടെ ഓർമ്മകൾ എന്റെ കയ്യിലുണ്ട്. ആ ഒരു ഗാങ്സ്റ്ററിന്റെ ബോസിന്റെ സ്ഥലത്തേക്ക് അവനും പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് അയാളുടെ ബോസ് ഗാങ്സ്റ്ററോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കയ്യിൽ ഒരു ഹാർഡ് ഡ്രൈവ് ഉണ്ട്. നമ്മുടെ ക്ലയൻസ് എന്തൊക്കെ വൃത്തികേടുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഇതിനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടേക്ക് ജെയും എത്തുന്നു. അവിടെയുള്ള കബോർഡ് തുറന്ന് അതിനകത്തുള്ള തെളിവുകളും കൊണ്ടുപോകുന്നുണ്ട്. അവന്റെ സഹോദരന്റെ മെമ്മറി ഉപയോഗിച്ച് പാർക്ക് പേനയ്ക്കുള്ളിൽ ഡ്രഗ്സ് വെക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ ഡ്രഗ്സ് മാറ്റി ഞാൻ അതിന് പകരം ഉറക്ക ഗുളികയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും പാർക്കിനെ തട്ടിക്കൊണ്ടുപോയെന്ന് പോലീസുകാരൻ വിളിച്ച് പറഞ്ഞത് ജൂനിയർ പോലീസുകാരനും ചീഫും അയാളെ
അയാളെ പിടിച്ചു വെച്ച് മനഃപൂർവ്വം പാർക്കിനോട് പറയിച്ചതാണ്. ശേഷം ആ ഗാങ്സ്റ്ററുടെ മെമ്മറി ഉപയോഗിച്ച് അയാളാണ് ശരിക്കും ഈ പാർക്കിന്റെ അനിയനെ ബോംബ് വെച്ച് കൊലപ്പെടുത്തിയത്. അതേ മെമ്മറി ഉപയോഗിച്ച് ആ ഒരു പ്ലെയിനിലും അയാൾ ബോംബ് വെക്കുന്നു. ശേഷം മീഡിയയിലും അവൻ എല്ലാ തെളിവുകളും ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ തന്നെയാണ് ഗാങ്സ്റ്ററിന് സഹോദരനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ ഏൽപ്പിച്ചത് എന്നുള്ള വീഡിയോയും അയാൾ തന്നെയാണ് സ്വന്തം സഹോദരനെ കൊലപ്പെടുത്തിയത് എന്ന് പറയുന്ന വീഡിയോയും ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല കമ്മീഷണറും മറ്റു പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പാർക്ക് ചെയ്ത ഈ ഒരു പ്രവൃത്തികളെ മൂടി വെക്കാനായി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവരെയും വെളിച്ചത്ത് കൊണ്ടുവരുന്നുണ്ട്. ശേഷം ആ സ്കൈ ഡൈവറിന്റെ മെമ്മറി ഉപയോഗിച്ച് ഒരു പാരച്യൂട്ടും എടുത്ത് അവനും ആ പ്ലെയിനിൽ നിന്നും താഴേക്ക് ചാടുന്നു. ശേഷം ആ ഫൈറ്ററുടെ സ്കിൽസ് ഉപയോഗിച്ച് അവനും ആ ഒരു കാറും ഓടിക്കുന്നു. ആ പ്ലെയിൻ പൊട്ടിത്തെറിക്കുന്നത് അവനും കാണുന്നുണ്ടായിരുന്നു. ഇവനാണ് പാർക്കിനെ കാർ കൊണ്ട് ഇടിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിച്ചത്. ശേഷം ആ മോഡലിന്റെ മെമ്മറി ഉപയോഗിച്ച് മോഡലിനെ പാർക്ക് എങ്ങനെയാണോ കൊല്ലാനായി ശ്രമിച്ചത് അതേപോലെ തന്നെ അവനും കയ്യിൽ ഗ്ലൗസ് ഇടുന്നുണ്ട്. എന്നിട്ട് പാർക്കിനെ കൊല്ലാനായി ശ്രമിക്കുന്നു. ജെയിം, നീ ഒരു ദൈവത്തെ പോലെയാണല്ലോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? നീ എന്റെ ജിസുവിനെ കൊന്നു കളഞ്ഞില്ലേ? അവള് എന്ത് തെറ്റ് ചെയ്തിട്ടാ? നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നരകത്തിലേക്ക് പോകാം. ആ സമയം ആകാശത്ത് നിന്ന് എന്തൊക്കെയോ താഴേക്ക് വന്ന് പതിക്കുന്നു. അവളെ വല്ലാതെ കാറ്റടിക്കുന്നുണ്ട്. നോക്കുമ്പോ ഡെത്ത് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കൊല്ലാനായിട്ട് അവൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ അവൾ ഇടപെടും എന്നുള്ള കാര്യം. അവനും അത് കണ്ടിട്ട് നിന്റെ നിയമങ്ങളൊക്കെ നീ തന്നെ വെച്ചാ മതി, ഞാൻ എന്തായാലും ഇവനെ കൊല്ലും. പക്ഷെ ആ സമയം ഇവന്റെ കയ്യിൽ നിന്നും ജിസുവിന്റെ പേന താഴേക്ക് വീഴുന്നു. അത് കാണുമ്പോ അവനും വളരെ ഇമോഷണലായി പാർക്കിന്റെ പിടിയും വിടുന്നുണ്ട്. അവന് പാർക്കിനെ കൊല്ലാനായി സാധിച്ചില്ല. ജിസും അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിന്റെ കഥയിൽ ഒരു ഹാപ്പി എൻഡിങ് ആയിരിക്കുമോ എന്ന്. അവൻ പാർക്കിനെ കൊല്ലാത്തത് കൊണ്ട് തന്നെ ഡെത്തും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അവനും പാർക്കിനെയും അവിടെ വിട്ടിട്ട് അവിടെ നിന്ന് പോകാനായി ശ്രമിക്കുന്നു. ഇവനും നിഴലിൽ നോക്കുമ്പോ ആ പാർക്ക് ഇവനെ കൊല്ലാനായിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അവിടെ ഒരു വലിയ കാറ്റടിച്ചിട്ട് ആ ഒരു പാരച്യൂട്ട് പറന്നു പോകുന്നുണ്ട്. ഇവനും പറന്നു പോകുമ്പോ ഒരു ട്രക്ക് വന്ന് ഇവനെ ഇടിക്കുന്നു. ഇവിടെ വച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.